ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മലയാളം പാദവാർഷിക മൂല്യനിർണ്ണയം 2019-20 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? റെഡിയാണോ? എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ വിദ്യാലയത്തിൻ്റെ പേര്, ഡിവിഷന് എന്നെല്ലാം നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നേരെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാമെന്ന പ്രവർത്തനമാണ്. കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വരാറ്. ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. ആ പാരഗ്രാഫ് ഒന്നുകിൽ നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു പാരഗ്രാഫ് ആയിരിക്കാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ കണ്ടെത്താനാണ് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാരഗ്രാഫ് തരുമ്പോൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. മുത്തിന്റെ ചിമ്മിയ കൺപീലികൾക്കിടയിലൂടെ കുഞ്ഞി സ്വപ്നം പുറത്തേക്ക് ഊർന്നിറങ്ങി. പകുതി തുറന്നു കിടക്കുന്ന ജനലിന്റെ പടിയിൽ ചെന്നിരുന്നു. പുറത്തേക്ക് നോക്കി. നല്ല നിലാവ്. മുത്തേ മുത്തേ എണീക്ക്, കുഞ്ഞു സ്വപ്നം വിളിച്ചു. ആരാ? ഞാനാ, കുഞ്ഞു സ്വപ്നം. ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് പുറത്തു ചാടി. മുത്ത് എഴുന്നേറ്റിരുന്നു. വരുന്നോ എൻ്റെ കൂടെ? കുഞ്ഞു സ്വപ്നം വിളിച്ചു. നമുക്ക് പുറത്തെ നിലാവിൽ പാറി നടക്കാം. പറക്കാൻ എനിക്ക് ചിറകില്ലല്ലോ. മുത്ത് സങ്കടപ്പെട്ടു. ഇതാ എൻ്റെ വിരൽ തുമ്പിൽ പിടിച്ചാൽ മതി. മുത്ത് വിരൽ തൊട്ടു. അത്ഭുതം. ഭാരം കുറഞ്ഞ് ഒരു തൂവൽ പോലെയാകുന്നത് മുത്തറിഞ്ഞു. അടുത്ത നിമിഷം കുഞ്ഞു സ്വപ്നം മുത്തിന്റെ വിരൽ പിടിച്ച് ജനലിലൂടെ പുറത്തേക്ക് നടന്നു. നിലാവ് അവരെ കോരിയെടുത്ത് മരച്ചില്ലകൾക്കും ഇലകൾക്കുമിടയിലൂടെ പരന്നൊഴുകുന്ന നിലാവിൽ നീന്തി നീങ്ങി. അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ചോദ്യങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മുത്തിന്റെ ചിമ്മിയ കൺപീലികൾക്കിടയിലൂടെ നിന്ന് ഊർന്നിറങ്ങിയത് ആര്? കണ്ണുനീര്, കുഞ്ഞു സ്വപ്നം, നിലാവ്, ഉറക്കം. ആരായിരുന്നു? കുഞ്ഞു സ്വപ്നമായിരുന്നു അല്ലെ. രണ്ടാമത്തെ ചോദ്യം, കുഞ്ഞു സ്വപ്നം മുത്തിനെ എന്തിനാണ് വിളിച്ചത്? കൂട്ടുകാരുമൊത്ത് കളിക്കാൻ, മുത്തു പെറുക്കാൻ, പുറത്തെ നിലാവിൽ പാറി നടക്കാൻ, മരത്തിൽ കയറാൻ. എന്തിനായിരുന്നു? പുറത്തെ നിലാവിൽ പാറി നടക്കാനായിരുന്നു അല്ലെ. അപ്പോൾ 3ാമത്തെ ഓപ്ഷനാണ് ശരിയായത്. ഇനി 3ാമത്തെ ചോദ്യം നോക്കൂ. മുത്ത് സങ്കടപ്പെടാൻ കാരണമെന്ത്? മുത്ത് എന്തുകൊണ്ടാണ് സങ്കടപ്പെട്ടത്? ചിറകില്ലാത്തതിനാൽ, ഉറക്കം മതിയാകാത്തതിനാൽ, കുഞ്ഞു സ്വപ്നത്തെ കാണാത്തതിനാൽ, കൂട്ടുകാരുമൊത്ത് കളിക്കാത്തതിനാൽ. എന്തുകൊണ്ടായിരുന്നു? ചിറകില്ലാത്തതിനാലായിരുന്നു അല്ലെ. ചിറകില്ല എന്ന് പറഞ്ഞാണ് മുത്ത് സങ്കടപ്പെട്ടത്. 4ാമത്തെ ചോദ്യം, മുത്ത് കുഞ്ഞു സ്വപ്നത്തിന്റെ വിരൽ തൊട്ടപ്പോൾ ഉണ്ടായ അത്ഭുതം എന്ത്? പൂനിലാവ് പോലെയായി, മഞ്ഞു പോലെയായി, ഭാരം കുറഞ്ഞ് തൂവൽ പോലെയായി, കല്ല് പോലെയായി. എന്താ സംഭവിച്ചേ? അതേ, ഭാരം കുറഞ്ഞ് തൂവൽ പോലെയായി അല്ലെ. ഇനി ഇതിലെ അവസാനത്തെ ചോദ്യം നോക്കൂ. മുത്തിന് പറക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? നിലാവ് പരന്നതുകൊണ്ട്, കുഞ്ഞു സ്വപ്നത്തിന് ചിറക് മുളച്ചതുകൊണ്ട്, ഉറക്കം തെളിഞ്ഞതുകൊണ്ട്, കുഞ്ഞു സ്വപ്നത്തിന്റെ വിരൽ പിടിച്ചതുകൊണ്ട്. എന്തുകൊണ്ടായിരുന്നു? കുഞ്ഞു സ്വപ്നത്തിന്റെ വിരൽ പിടിച്ചതുകൊണ്ടാണ് മുത്തിന് പറക്കാൻ സാധിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ കൂട്ടുകാർ ഓപ്ഷൻസ് നന്നായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഉത്തരം എഴുതുക. നേരെ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 2 സംഭാഷണം എഴുതാമെന്ന പ്രവർത്തനമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. കണ്ണനെ കാണാതെ അന്വേഷിച്ചു നടക്കുകയാണ് അമ്മ. അമ്മയുടെ വിഷമം കണ്ട മാൻകുട്ടി താൻ കണ്ണനെ കണ്ട കാര്യം ഓർത്തു. ഉടൻ കണ്ണന്റെ അടുത്തേക്ക് ഓടി. അവിടെ വെച്ച് മാൻകുട്ടിയും കണ്ണനും എന്തെല്ലാമായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കണ്ണനെ കാണാതെ അമ്മ ഇങ്ങനെ ഓടി നടക്കുകയാണ് അല്ലെ. അപ്പൊ ആ സമയത്താണ് നമ്മുടെ മാൻകുട്ടിക്ക് കണ്ണനെ കണ്ടത് ഓർമ്മ വന്നത്. അപ്പോൾ മാൻകുട്ടി നേരെ കണ്ണന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് മാൻകുട്ടി പറയാണ്, കണ്ണ നീ എന്തിനാണ് ഒളിച്ചു നടക്കുന്നത്? അപ്പൊ കണ്ണൻ എന്താ പറയാ? മാൻകുട്ടി, ഞാൻ വെണ്ണ കട്ടു തിന്നു, അതിനാണല്ലേ കണ്ണൻ ഒളിച്ചു നടക്കുന്നത്. എന്നിട്ട് മാൻകുട്ടി പറയാണ്, അതെയോ, അതിന് നീ എന്തിനാ ഒളിച്ചു നടക്കുന്നത്? കണ്ണൻ, യശോദാമ്മ എന്നെ അടിക്കും, അതുകൊണ്ടാണ് ഞാൻ ഒളിച്ചിരിക്കുന്നത്. മാൻകുട്ടി പറയാണ്, നിന്നെ കാണാഞ്ഞിട്ട് കാട്ടിൽ തിരഞ്ഞു നടക്കുന്നുണ്ട് യശോദാമ്മ. കണ്ണൻ, അമ്മയുടെ കയ്യിൽ വടിയുണ്ടോ? മാൻകുട്ടി, ഇല്ല, അമ്മ ആകെ വിഷമത്തിലാ, നീ വീട്ടിലേക്ക് പോകൂ കണ്ണ. കണ്ണൻ, ശരി, ഓടക്കുഴൽ വായിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകാം. മാൻകുട്ടി, ശരി, ഞാനും വരാം നിന്റെ ഒപ്പം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു സംഭാഷണം എഴുതി പൂർത്തിയാക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടന്നാലോ. 3ാമത്തെ പ്രവർത്തനം കവിത പൂർത്തിയാക്കാം എന്ന പ്രവർത്തനമാണ്. ഓക്കെ,
കൂടുതൽ വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കൂ, ഉചിതമായ തലക്കെട്ടും നൽകണം എന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഞാനൊരു കുഞ്ഞിക്കിളിയായെങ്കിൽ വർണ്ണച്ചിറകു വിരിച്ചിട്ടങ്ങനെ മലയുടെ മുകളിൽ പുഴയുടെ മുകളിൽ പാറിപ്പറന്ന് നടന്നേനെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് എന്താണ് നമുക്ക് ഹെഡിങ് കൊടുക്കാൻ പറ്റുന്നത്? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു ഹെഡിങ് കൊടുക്കാം. ഞാനൊരു കുഞ്ഞയെങ്കിൽ അല്ലെ, ഞാനൊരു കുഞ്ഞിക്കിളിയായെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ചും കൂടെ വരി നമുക്ക് എഴുതി ചേർത്താലോ? ഞാനൊരു കുഞ്ഞു ആനായെങ്കിൽ പുള്ളിയുടുപ്പണിഞ്ഞിട്ടങ്ങനെ മലയുടെ മുകളിൽ പുല്ലിൻ മുകളിൽ ചാടിച്ചാടി നടന്നേനെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് എഴുതി പൂർത്തിയാക്കാം. ഇനി നാലാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 4 വിവരണം എഴുതാമെന്ന പ്രവർത്തനമാണ്. എന്താണ് ഇവിടെ വിവരണം? മണ്ണിലെ നിധി എന്ന പാഠഭാഗത്തിലെ കർഷകന്റെ തോട്ടത്തിന്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. പൂക്കളും വള്ളിച്ചെടികളും നിറഞ്ഞ തോട്ടം നിരീക്ഷിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തോട്ടത്തിനെ കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. തോട്ടം നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്. അപ്പൊ എന്തെഴുതാം? കർഷകന് ഇത്തവണ നല്ല വിളവാണ് കിട്ടിയത്. പൂക്കളും കായ്ക്കളും വള്ളിച്ചെടികളും അങ്ങനെ നല്ലൊരു വിളവ്. കർഷകന്റെ പ്ലാവിൽ നിറയെ ചക്കകളും പപ്പായയിൽ പപ്പങ്ങയും തെങ്ങിൻ തേങ്ങയും ധാരാളമുണ്ട്. തറയിലായി മത്തൻ വള്ളിയും അതിൽ നിറയെ മത്തനും കായ്ച്ചു കിടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ എഴുതാവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. 5ാമത്തെ പ്രവർത്തനമാണ് അനുഭവക്കുറിപ്പ് എഴുതാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അമ്മയെ തിരിച്ചു കിട്ടിയ തത്തക്കുഞ്ഞ് അന്ന് രാത്രി സുഖമായി ഉറങ്ങി. പക്ഷേ തത്തക്കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ കുട്ടിക്ക് ഉറക്കം വന്നില്ല. അവൻ ഒഴിഞ്ഞ കൂടിന് മുന്നിലിരുന്ന് തത്തയോടൊത്തുള്ള നാളുകളിലെ ഓർമ്മകൾ എഴുതുവാൻ തുടങ്ങി. എന്തൊക്കെയായിരിക്കും അവൻ എഴുതിയിട്ടുണ്ടാകുക? ഒന്ന് എഴുതി നോക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കും? തത്തക്കുഞ്ഞിന് കഴിക്കാൻ പാലും പഴവും കൊടുത്തത് അവൻ ഓർക്കും. പൂച്ചയെ കാണുമ്പോൾ തത്തക്കുഞ്ഞ് കരഞ്ഞത്, അതുപോലെ കൂട്ടിനകത്ത് കിടന്ന് തത്തക്കുഞ്ഞ് പറക്കാൻ പഠിച്ചത്, തത്തക്കുഞ്ഞിനെ സംസാരിപ്പിക്കാൻ പഠിച്ചത്, ഇതെല്ലാം അവന് ഓർക്കും അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഇനി ഇതിലെ അടുത്ത പ്രവർത്തനം നോക്കാം. 6ാമത്തെ പ്രവർത്തനമാണ് കഥ പൂർത്തിയാക്കാം. കർഷകരായ കിണ്ടൻ മുയലും കുഞ്ഞനാമയും കൂട്ടുകാരായിരുന്നു. അവർ എന്നും നടക്കാനിറങ്ങുക പതിവാണ്. ഒരു ദിവസം അവൻ നടക്കാനിറങ്ങിയപ്പോൾ ഒഴിഞ്ഞ ഒരു കൃഷി സ്ഥലം കണ്ടു. അപ്പോൾ അധ്വാനിയായ കിട്ടൻ മുയലിന് ഒരു ആശയം തോന്നി. അപ്പൊ എന്ത് ആശയമാണ് കിട്ടൻ മുയലിന് തോന്നിയത് എന്നൊക്കെ കൂട്ടിച്ചേർത്താണ് നിങ്ങൾ എഴുതേണ്ടത്. കൂടാതെ ഈ ഒരു കഥക്ക് ഒരു തലക്കെട്ടും നൽകേണ്ടതാണ്. അപ്പൊ എന്ത് കൊടുക്കാം? നമുക്ക് ഇവിടെ കൊടുക്കാം. എന്താണ്? കിട്ടൻ മുയലിന്റെയും കുഞ്ഞനാമയുടെയും വാഴക്കൃഷി കൊടുക്കാം അല്ലെ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ വാഴക്കൃഷി എന്നും കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് എഴുതാം. ഞാനൊരു രീതി പറഞ്ഞു തരാം. നമുക്കും ഇതുപോലെ കൃഷി ചെയ്താലോ? കിട്ടൻ മുയൽ കുഞ്ഞനാമയോട് ചോദിച്ചു. കുഞ്ഞനാമ പറഞ്ഞു, ശരി, എന്താണ് കൃഷി ചെയ്യുക? നമുക്ക് വാഴ നടാം. കിട്ടൻ മുയൽ പറഞ്ഞു. അങ്ങനെ അവർ തടമെടുത്തു, വാഴ നട്ടു, വെള്ളം നനച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വാഴ കുലച്ചു. കുഞ്ഞനാമയും കിട്ടൻ മുയലും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അപ്പൊ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആലോചിച്ച് ഏതെങ്കിലും ഒരു രീതിയിൽ ഈ കഥ എഴുതി പൂർത്തിയാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ എല്ലാ കൂട്ടുകാരും എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടേതായ രീതിയിൽ ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.